ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെഫ് സീക്രട്ടിൽ പരിചയപ്പെടുത്തുന്നത് ബീഫിന്റെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് ബീഫ് മല്ലിപ്പിരളൻ. ഇതൊരു കോട്ടയം സ്റ്റൈൽ വിഭവമാണ്. അതിലുപരി ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെയാവും. നമ്മളിവിടെ 2 കിലോ ബീഫാണ് ബീഫ് മല്ലിപ്പിരളനായിട്ട് എടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ട് വേവിച്ചത് എടുക്കണം. പെരുംജീരകം 1 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, ഗാർലിക് അരിഞ്ഞത് 3 സ്പൂൺ, പച്ചമുളക് 6 കീറിയത്, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് 5 എണ്ണം, സവോള 1/2 കിലോ അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 50 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 5 സ്പൂൺ, ചതച്ച മല്ലി 5 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ബീഫ് സ്റ്റോക്ക് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 4 സ്പൂൺ, തക്കാളി അരിഞ്ഞത് 2 എണ്ണം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ 1 സ്പൂൺ പെരിഞ്ജീരകവും 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 3 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 6 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും 5 വറ്റൽമുളകും 1/2 കിലോ സവാള ചെറുതായി അരിഞ്ഞതും 50 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ബീഫ് മല്ലിപ്പിരളന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മല്ലിപ്പൊടി 5 സ്പൂണും, ചതച്ചമല്ലി 3 സ്പൂണും 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫിന്റെ സ്റ്റോക്ക് വാട്ടർ ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ വേവിച്ച് വച്ചിരിക്കുന്ന 2 കിലോ ബീഫും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ 1 പാൽ 4 സ്പൂണും ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം തക്കാളി അരിഞ്ഞത് 2 എണ്ണവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അല്പം മല്ലിയിലയും കൂടി വിതറിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് മല്ലിപ്പിരളൻ റെഡി. അപ്പോൾ ഇത്തരം പുതുമയുള്ള വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.